ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം വളരെ പവിത്രമാണ് എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. പക്ഷേ ആ ബന്ധത്തിലും ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകാം, സൗന്ദര്യ പിണക്കങ്ങൾ ധാരാളം ഉണ്ടാകാം. ദിവസവും തർക്കിക്കുന്ന ഭാര്യയും ഭർത്താവും ഉണ്ട്. പക്ഷേ അവരുടെ എല്ലാം ജീവിതം സമ്പൂർണ്ണമായി അവർ ജീവിച്ച് തീർക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. വളരെ ചെറിയ തർക്കങ്ങൾ പോലും വളരെ വലിയ പ്രതിസന്ധികളിലേക്കും വളരെ വലിയ രീതിയിലുള്ള ഒരു നാശത്തിലേക്കും പോകുന്ന ദാമ്പത്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ നിന്നാണ് ഈ വാർത്ത പുറത്തു വരുന്നത്. അവിടെയുള്ള ഇന്ദിരാനഗറിൽ ഒരു വേദനാജനകമായിട്ടുള്ള സംഭവമാണ് നടന്നിരിക്കുന്നത്. ഭർത്താവ് തമാശയായി ഭാര്യയെ കുരങ്ങി എന്ന് വിളിച്ചു. അങ്ങനെ വിളിച്ചതിന് ഭാര്യ തൂങ്ങി മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. 4 വർഷം മുമ്പ് പ്രണയിച്ച് വിവാഹം കഴിച്ച തനു മോഡലിംഗിൽ താല്പര്യമുള്ളവളായിരുന്നു. ഭർത്താവ് തമാശയായി ഇങ്ങനെ വിളിച്ചു എന്ന് കുടുംബം പറയുന്നു. ഇതിൽ അസ്വസ്ഥയായാണ് തനു അവസാനം ഇങ്ങനെ തൂങ്ങി മരിക്കാനിടയായത്. വീട്ടുകാർ അവളെ മുറിയിലേക്ക് വിളിക്കാൻ പോയപ്പോൾ വാതിൽ അകത്തു നിന്ന് പൂട്ടിയിരിക്കുകയായിരുന്നു. നിലവിളിച്ചിട്ടും വാതിൽ തുറന്നില്ല. ജനാലയിലൂടെ നോക്കിയപ്പോൾ തനു ഒരു തുണിക്കഷ്ണത്തിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. വാതിൽ തകർത്ത് അവളെ താഴെ ഇറക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർ അവൾ മരിച്ചതായി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇപ്പോഴുള്ള റിപ്പോർട്ട്. 4 വർഷം മുമ്പ് ഇന്ദിരാനഗറിൽ താമസിക്കുന്ന രാഹുൽ ശ്രീവാസ്തവയുമായി തനു പ്രണയത്തിലായി. ഒരു സുഹൃത്ത് വഴിയാണ് ഇരുവരും കണ്ടുമുട്ടിയത്. ഇരു കുടുംബങ്ങളുടെയും സമ്മതത്തോടെയാണ് ഇരുവരും വിവാഹിതരായത്. രാഹുൽ ഒരു റിക്ഷാക്കാരനാണ്. കഴിഞ്ഞ 4 വർഷമായി അവർ ഒരുമിച്ച് ജീവിക്കുന്നു. കുടുംബം പറയുന്നതനുസരിച്ച് ബുധനാഴ്ച കുടുംബം സീതാപൂരിലെ ഒരു ബന്ധു വീട്ടിൽ നിന്ന് മടങ്ങി. വീട്ടിൽ ആളുകൾ തമാശ പറയുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് രാഹുൽ തന്റെ ഭാര്യയെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെ വിളിച്ചത്. ഇതുമൂലം അവൾ വളരെയധികം രോഷാകുലയായി. അവൾ ദേഷ്യത്തോടെ അവളുടെ മുറിയിലേക്ക് പോയി. കുറച്ചു കഴിഞ്ഞിട്ടും ദേഷ്യം ശമിക്കുമെന്ന് വീട്ടുകാർ കരുതി. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവൾ തിരിച്ചെത്തിയില്ല. കുടുംബാംഗങ്ങൾ അവളുടെ മുറിയിൽ മുട്ടി. എന്നാൽ വാതിൽ തുറക്കുന്നതിന് മുമ്പ് ഒരു കുടുംബാംഗം ജനാലയിലൂടെ നോക്കി. കഴുത്തിഞ്ഞെരിച്ച് കൊല്ലപ്പെട്ട നിലയിലാണ്, അതായത് തൂങ്ങി മരിച്ച നിലയിലാണ് തനു കാണപ്പെട്ടത് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മരിച്ചയാളുടെ സഹോദരിയാണ് ഇപ്പോൾ ലോകത്തോട് ഈ കഥ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.